നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ അരി പിന്നെ 4 gram എടുത്ത് സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചെയ്യാം, നല്ല വെള്ളം ഉണ്ട് ചെയ്തിട്ട് അത് നമുക്ക് കുറച്ച് ഗ്രൈൻഡ് ചെയ്യാൻ ഈസി ആവും ഫ്രണ്ട്സ്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഷേപ്പ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസ് ആയിട്ട് ബോയിൽ വന്നു. സോ ഇപ്പോൾ ആക്ച്വലി ഇത് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പൂജ നിങ്ങളുടെ കൂടെ അരി പിന്നെ നമ്മുടെ തേങ്ങ ഉണ്ടേന അത് എടുത്ത് ഒരു സ്നാക്സ് നമുക്ക് റെഡി ആക്കാം. നല്ല ടേസ്റ്റ് സ്നാക്സ് ഉണ്ട്. സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ. പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണരുതെങ്കിൽ ചാനലിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കണിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ. സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് 4 gram വേണം. സോ ഇപ്പൊ നമുക്ക് 4 gram കുറച്ച് അടിച്ചിട്ട് വരും. സോ അത് കുറച്ച് ചെയ്യാം, നല്ല വെള്ളമൊക്കെ ഉണ്ട്. സോ ഇപ്പൊ അമ്മ അത് അടിച്ച് 4 gram അടിക്കാൻ ഇരിക്കാനാ. ഓ പട്ടിച്ചു. അതാ വെള്ളം ഇവിടെ മാറ്റി വെക്കാം. ഇത് ഞാൻ കുടിക്കും ഫ്രണ്ട്സ്. കൂടുതൽ വെള്ളമുണ്ട്. നല്ലോണം വെള്ളമുണ്ട്. ഫൈനലി ഉണ്ടായി. സോ ഇതാണ് നമ്മുടെ 4 gram. ഇത് കുറച്ച് ഇപ്പോ നമുക്ക് ചെറികൾ ചെയ്തിട്ട് എടുക്കാം. 4 gram. ഇത് ആക്ച്വലി ഞാൻ 4 gram വെള്ളം കുടിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് 4 gram നമുക്ക് ചെറുകി എടുക്കാം. ചെറുകി സോ ആക്ച്വലി ഇപ്പോ ഇത് നമ്മുടെ ഡിന്നറിന് ഉണ്ടാവും ഫ്രണ്ട്സ്. ഞാൻ കൂടുതൽ കുറച്ച് ഉണ്ടാക്കാം. സോ അത് ഡിന്നർ ആവും നമുക്ക്. വേണമെങ്കിൽ ഞാൻ കുറച്ച് ചോറ് ഫ്രൈ ചെയ്യാൻ പോകുന്നേ ഫ്രണ്ട്സ്. പക്ഷെ ഇത് മതിയാവും നമുക്ക്, എനിക്ക് തോന്നുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് ചായക്ക് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. സോ ഇത് ഞാൻ 4 gram ഇപ്പൊ കുറച്ച് ചെറുകി എടുക്കാം. നമുക്ക് 4 gram കുറച്ച് കൂടുതൽ വേണം. എത്ര വേണം ഞാൻ പറയാം. സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ. സോ ഫ്രണ്ട്സ് ഇവിടെ നോക്കൂ, ഇത് നമ്മുടെ ഇഡ്ലി റൈസ് ഉണ്ടേനാ അത് ഉണ്ട്. അത് ഞാൻ കുറച്ച് 2 മണിക്കൂർ മുന്നേ ഇത് വെള്ളത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കുറച്ച് സോഫ്റ്റ് ആയിണ്ട്. ഇപ്പോ നിങ്ങളുടെയൊക്കെ വേണമെങ്കിൽ പുൽക്കുലരി അല്ലെങ്കിൽ പച്ചരി റാഷിന്റെ വെള്ളരി അല്ലെങ്കിൽ പുൽക്കുലരി അത് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ലി ദോശ റൈസ് ഉണ്ടേന അത് എടുക്കാം. അതിന് ഇത് ശരിയായിട്ട് നമ്മുടെ സ്നാക്സ് ഒക്കെ ആവും. ഇത് കുറച്ച് 2 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് 2 പ്രാവശ്യം വാഷ് ചെയ്യാം. നല്ല സോഫ്റ്റ് ഒക്കെ ആയിണ്ട്. പിന്നെ ഇത് ഞാൻ 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് ഞാനിപ്പോൾ 2-3 പ്രാവശ്യം വാഷ് ചെയ്തു ഫ്രണ്ട്സ്.
സോ ഇപ്പോൾ ഇത് നമുക്കെന്നാ കുറച്ച് ഗ്രൈൻഡ് ചെയ്യണം ഫ്രണ്ട്സ്. വെള്ളമില്ലാത്ത നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം. സോ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. സോ ഇവിടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലിടാം ഇത് അരി. കുറച്ച് 2 മണിക്കൂർ നമ്മൾ വെക്കും എന്നാൽ ഇത് സോഫ്റ്റ് ആവും. സോ അത് നമുക്ക് കുറച്ച് ഗ്രൈൻഡ് ചെയ്യാൻ ഈസി ആവും ഫ്രണ്ട്സ്. അത് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വെക്കണം വെള്ളത്തിക്ക്. ഇത്ര മതിന പിന്നെ ചെയ്യാം. ഇത് രണ്ടാമത്തെ ട്രിപ്പിൽ ചെയ്യാം. അത് ഒരു ട്രിപ്പിൽ ഫസ്റ്റ് ഞാൻ എത്രയും ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. സോ ഇപ്പോൾ ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. നോക്കൂ ഫ്രണ്ട്സ്, ഇത് ഗ്രൈൻഡ് ആയിണ്ട്. പക്ഷെ കുറച്ചുകൂടി ആവണം. ഇതൊക്കെ നമുക്ക് കുറച്ച് സ്പൂണിനേന അങ്ങനെ കുറച്ച് അത് മാറ്റി അങ്ങനെ കുറച്ച് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു പ്രാവശ്യം അടിച്ചിട്ട് എടുക്കാം. കുറച്ച് തരി തരിന് നമുക്ക് വേണം. നോക്കൂ, ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് എങ്ങനെ വേണം. എനിക്ക് വെയിറ്റ് ചെയ്യൂ. സോ ഇത് അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. സോ ഇത് നമുക്ക് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം. നോക്കൂ അങ്ങനെ. സോ ഇത് നോക്കൂ ഫ്രണ്ട്സ്, ഇത് കുറച്ച് അങ്ങനെ തരി തരി മാത്രമേ ഉണ്ട്. കൂടുതൽ നമുക്ക് നൈസ് പേസ്റ്റ് ആക്കാൻ ആവശ്യമില്ല. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഒട്ടും പെട്ടെന്നില്ലെങ്കിൽ അങ്ങനെ മിക്സിയിൽ പേസ്റ്റ് ഗ്രൈൻഡ് ചെയ്യാം. നിങ്ങൾ കുറച്ച് 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ വെള്ളം ഇടാം. നോക്കൂ, ഇത് നൈസായിട്ട് അങ്ങനെ അതിൻ്റെ ക്രഷൊക്കെ അതിൻ്റെ ഇത് ഞാൻ അങ്ങനെയല്ല ക്രഷ് ചെയ്തിട്ട് എടുക്കാം, ഗ്രൈൻഡ് ചെയ്തിട്ട്. സോ ഇത് സെക്കൻഡ് ട്രിപ്പ് നമുക്ക് അടിച്ചെടുക്കാം. ഗ്രൈൻഡ് ചെയ്യാം. ഇത് കൂടി അടിച്ചിട്ട് അതിൻ്റെ ഇത് മാറ്റി വെക്കാം ഞാൻ. സോ ഇപ്പോഴത്തെ നോക്കൂ ഫ്രണ്ട്സ്, ഇത് കുറച്ച് ഡ്രൈ ഉണ്ട്. നമ്മുടെ അരി നമ്മുടെ പൊടിച്ചിട്ട് എടുത്തു, അത് കുറച്ച് ഡ്രൈ ഉണ്ട്. സോ നമുക്ക് കുറച്ച് 1 സ്പൂണ് വെള്ളം ഇടാം. 1-2 സ്പൂണ് വെള്ളം എടുത്ത് നമുക്ക് അത് മിക്സ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് അങ്ങനെ ഉരുള ഉണ്ടാക്കിയിട്ട് വരണം ഫ്രണ്ട്സ്. സോ എത്രയും നമുക്ക് വെള്ളം എടുത്തത് നോക്കണം. ചിലപ്പോൾ കൂടുതലാവുമ്പോൾ പ്രശ്നമാവും ഫ്രണ്ട്സ്. സോ കുറച്ച് എടുത്ത് അത് നമുക്ക് മിക്സ് ചെയ്യണം. കുറച്ചുകൂടി ഇടാം, 2 സ്പൂണ്. പിന്നെ ഇത് സാധാ വെള്ളമിനുണ്ട്, ചൂടുവെള്ളമില്ല. ഇത് അതിൻ്റെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ്. നമുക്ക് ഉരുള ഉണ്ടാക്കിയിട്ട് വരും. വേണമെങ്കിൽ ആവശ്യം വരുമ്പോൾ ഞാൻ പിന്നെ ഇടാം. പക്ഷേ ഇത് അതിൻ്റെ ഇപ്പോഴത്തെ അതിൻ്റെ നമുക്ക് നോക്കാം. സോ ഇപ്പോൾ ഇത് ഇവിടെ വെക്കാം. പിന്നെ നോക്കൂ ഇവിടെ ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ എത്ര അരി എടുത്തിട്ടുണ്ടെന്നാ എത്ര മെഷർമെന്റ് ഞാൻ ഇവിടെ 4 gram എടുത്തിട്ടുണ്ട്. സെയിം അളവിന് ഉണ്ട് ഇത്. സോ നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റി വേണം. ഇവിടെ നോക്കൂ എത്ര അരി ഞാൻ എടുത്തിട്ടുണ്ട്, എത്രയും ഞാൻ 4 gram കൂടി എടുത്തു. സോ ഇത് ഈക്വൽ ക്വാണ്ടിറ്റി വേണം. ഈക്വൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ടേസ്റ്റ് കിട്ടും 4 gram. സോ അത് കുറച്ച് എടുക്കണം. സോ ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തടുക്ക കൊടുക്കാം, ഇതിലേക്ക് കാച്ചൽ കൊടുക്കാം. പിന്നെ നമുക്ക് എന്താ ചെയ്യണേ അത് ഞാൻ പറയാം ഫ്രണ്ട്സ്. ഇത് 4 gram അരിയിലേക്ക് നമുക്ക് ഇടാം അങ്ങനെ. സോ ഇത് ഫുള്ള് ഞാൻ 4 gram ഇതിലെടുത്തു. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് തടുക്ക കൊടുക്കണം. എങ്ങനെ തടുക്ക കൊടുക്കാം അത് കാണിച്ചു തരാം ഞാൻ.
സോ ഫ്രണ്ട്സ്, ഇവിടെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം, പിന്നെ എണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഞാൻ നമ്മുടെ സാധാ ഓയിൽ തന്നെ എടുത്തു. എത്ര മതിയാവും നമ്മ? എത്ര മതി നമുക്ക് എണ്ണ? സോ ഇപ്പൊ ഇത് എണ്ണ കുറച്ച് ചൂടാവണം, നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ എണ്ണ നമ്മുടെ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇടാം. കടുക് കുറച്ച് നമുക്ക് പൊട്ടിച്ചിട്ട് എടുക്കണം. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് കടല പരിപ്പുണ്ട്, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച്. ഇത് നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. അത് കടുക് പൊട്ടിച്ചു. ഇപ്പൊ ഇതില് നമുക്ക് ഇത് ഉരുളപ്പരിപ്പ് പിന്നെ നമ്മുടെ കടല പരിപ്പുണ്ട്, അത് കുറച്ച് ഇടാം. പിന്നെ അത് കുറച്ച് ബ്രൗൺ ചെയ്തിട്ട് എടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇടാം. അമ്മ നമുക്ക് ഇത്രയും മതി. ഒരു ടീസ്പൂൺ ഒരു സ്പൂൺ ഉണ്ടാവും ഇത് ആയിണ്ടേന. സോ ഇത് ആയിണ്ട് കുറച്ച് ബ്രൗൺ. സോ ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ബാക്കിൽ പോകാം. ഇതിൽ നമുക്ക് കുറച്ച് ഇത് ഉണക്കമുളക് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തു. പിന്നെ കറിവേപ്പില അത് ഇടാം. നല്ല തടുത്തടായി ഫ്രണ്ട്സ്. ഇത് കുറച്ച് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മദീന ഇത് ഞാൻ പൊട്ടിച്ചിട്ട് എടുത്തു ഫ്രണ്ട്സ്. നമ്മുടെ ഉണക്കമുളക് പിന്നെ കറിവേപ്പില, അല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയ വരില്ല. സോ ഇപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഫുള്ളങ്ങനെ ഇടണം. നല്ല മണം വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഇത് നോക്കൂ, ഇതിലേക്ക് നമ്മൾ കാച്ചൽ കൊടുത്തു. ഇപ്പൊ ഇത് നമുക്ക് കൈനെ നൈസായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഒരു പ്ലേസിലേക്ക് ഇരിക്കാം. സോ ഫ്രണ്ട്സ്, ഇപ്പൊ ഇത് നമുക്ക് നൈസായിട്ട് കൈനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇത് സ്പൂണിനെ മിക്സ് ചെയ്യുമ്പോൾ അത് മിക്സ് ആവുന്നില്ല ശരിക്കായിട്ട്. പിന്നെ ഇതിൽ ഉപ്പ് ഇടണം. ഉപ്പ് എടുത്തിട്ടില്ല ഞാൻ, ഉപ്പ് മറന്നു പോയി ഞാൻ. ഉപ്പ് ഇടാം നമുക്ക്. അത് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഇടണം ഫ്രണ്ട്സ്. എത്രയും മതിയാവും. പിന്നെ നൈസായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യണം. കുറച്ച് അങ്ങനെ ചെയ്തിട്ട് എല്ലാ സൈഡ് നമ്മുടെ അത് തടുക്ക പിന്നെ നാളികേരം അതൊക്കെ നമുക്ക് മിക്സ് ചെയ്യണം. നല്ല മണം വരുന്നുണ്ട് ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റിയാണ് ഈ റെസിപ്പി. പിന്നെ നോക്കൂ ഫ്രണ്ട്സ്, ഇത് നമുക്ക് അങ്ങനെ ചെയ്യും. അത് ഉണ്ടാക്കിട്ട് അങ്ങനെ വരണം ഫ്രണ്ട്സ്. അങ്ങനെ പിന്നെ അത് അങ്ങനെ വെറുതെ അങ്ങനെ കഴിക്കും. സ്റ്റീം ചെയ്യും. മനസ്സിലായി. അങ്ങനെ വെറുതെ അങ്ങനെ പക്ഷെ നമ്മുടെ കുറച്ച് റൗണ്ട് ചെയ്യും അമ്മ. ഇത് ഞാൻ നൈസായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഇത് ശരിയ അളവ് അതിന്റെ ഫ്രണ്ട്സ്. മീൻസ് അങ്ങനെ എനിക്ക് അത് മീൻസ് ഇത് ഒരുമിച്ച് ആവണം ഫ്രണ്ട്സ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ആവില്ലെങ്കിൽ കൂടുതൽ ഡ്രൈ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂണ് പിന്നെ വെള്ളം ഇടാം. പിന്നെ അത് മിക്സ് ചെയ്തിട്ട് നോക്കാം. പിന്നെ ഇപ്പൊ എന്റെ ശരിയായിണ്ട്. ഇത് ഞാൻ നൈസായിട്ട് മിക്സ് ചെയ്തു. എല്ലാ സൈഡ് മിക്സ് ആയിണ്ട്. പിന്നെ ഇത് ഫ്രണ്ട്സ് നമുക്ക് വേണമെങ്കിൽ ചമ്മന്തി ചട്നി കൂടെ കഴിക്കാം അമ്മ. നല്ല ടേസ്റ്റിയാണ് സ്നാക്സ്. നോക്കൂ, ഇത് എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതായിണ്ട്. നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കാം. നോക്കൂ, ചെറിയ കഷ്ണം ചെറിയ ഉണ്ട ഞാൻ ഉണ്ടാക്കുന്നുണ്ട്.
ഇത് നമ്മുടെ വെറുതെ ഒരു സ്നാക്സ് കഴിക്കാം നമുക്ക് ഉണ്ടാക്കിട്ടേനാ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം ചായക്കും ചായക്ക് കടി ഉണ്ടാക്കാം. നമ്മുടെ ഡിന്നർ ആവും ഇത് നമ്മുടെ പിള്ളേരെ ഉണ്ടെങ്കിൽ നല്ലതാ ഫ്രണ്ട്സ്. അവർക്ക് വേണമെങ്കിൽ ചായക്ക് സമയം കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഹെൽത്തി ആണ്. നമ്മുടെ അരി ഉണ്ട്, 4 gram ഉണ്ട്, ഹെൽത്തിനാണ് ഫ്രണ്ട്സ്. പിന്നെ നല്ല ടേസ്റ്റി ഉണ്ട്. അവർക്ക് ഇത് ഇഷ്ടമാവും. നോക്കൂ ഞാൻ എത്ര ഉണ്ടാക്കിയിട്ട് വെക്കണ ഫ്രണ്ട്സ്. പിന്നെ ഞാൻ കുറച്ച് അത് അരിന ഫുൾ കുറച്ച് തരിതരിന്ന് നമ്മുടെ ഉണ്ടായിരുന്നു അരി. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെ നമുക്ക് സ്റ്റീം ചെയ്യാൻ പോണ ഫ്രണ്ട്സ്. നിങ്ങൾ വിചാരിക്കേണ്ട എന്താ ചെയ്യാം, ഞാൻ ഇത് സ്റ്റീം ചെയ്യാം. സോ അത് കുക്കാവും. നമ്മുടെ ഇഡ്ലി റൈസ് അത് കുക്കാവണം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഷേപ്പ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മ അപ്പു പറഞ്ഞില്ലേ അങ്ങനെ വെറുതെ അങ്ങനെ ഒരുമിച്ച് ആക്കിയിട്ട് അങ്ങനെ വെക്കാം. ഇത് നിങ്ങൾക്ക് ചിലപ്പോ ചെയ്യാം. അങ്ങനെ സമയം ഉണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോ ചില സമയം നമുക്ക് ബോർ അടിക്കും. അത് അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഫ്രണ്ട്സ്. ഞാൻ കുറച്ച് അങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ്. ഷേപ്പ് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് അമ്മ. സോ ഇപ്പൊ ഇത് എല്ലാം അങ്ങനെ ഞാൻ ചെയ്തിട്ട് എടുക്കാം. പിന്നെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ വീഡിയോ. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഫ്രണ്ട്സ്. സോ ഫ്രണ്ട്സ് ഇവിടെ ഇപ്പോ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ചൂടാവണം. നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടേനാ അത് വേണ്ടിട്ടാ. സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു അരിപ്പ പാത്രം അങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റീമർ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ഇത് യൂസ് ചെയ്യണം ഫ്രണ്ട്സ്. ഇത് പാത്രം. ഇത് കുറച്ച് എണ്ണ നമുക്ക് അങ്ങനെ ഗ്രീസ് ചെയ്തിട്ട് എടുക്കാം പാത്രത്തിലേക്ക്. സോ അത് നമ്മൾ അരി വെക്കും അത്. സോ അത് സ്റ്റിക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ സ്റ്റിക്ക് ആവും. സോ അതങ്ങനെ നമുക്ക് വെക്കണം. പിന്നെ നോക്കൂ ഞാൻ ഇത്രയും അരി ഉണ്ടാക്കുന്നുണ്ട്. നോക്കൂ അരി ബോൾസ് എത്ര ഉണ്ടാക്കി ഞാൻ. അരി 4 gram ബോൾസ്. അത് പറയണം അരി 4 gram ബോൾസ്. സോ എത്രയാവും ഇതിലേക്ക് അത് നമുക്ക് എത്ര വെക്കണം. മതി. ഇപ്പൊ ഇത് ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിട്ടാ വെക്കാം. സോ പിന്നെ ഇവിടെ വെള്ളത്തേക്ക് ബോയിൽ വന്നു, നൈസായിട്ട് ബോയിൽ വന്നു. സോ ഇതിപ്പോ മുകളിൽ നമുക്ക് വെക്കാം. പിന്നെ അടിച്ച് വെക്കാം. ഇത് പിന്നെ ഫ്ലെയിമിന് നമുക്ക് മീഡിയമിൽ വെക്കണം ഫ്രണ്ട്സ്. കൂടുതൽ ഹൈ വേണ്ട, നമുക്ക് മീഡിയം ആയിട്ട് ഫ്ലെയിം വേണം. പിന്നെ ഇതൊക്കെ വേണ്ടിട്ടാണ് 20-25 മിനിറ്റേക്ക് എടുക്കും. അത് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യണം ഇത് ആയിട്ടുണ്ടിലേക്ക്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ എങ്ങനെ ചെക്ക് ചെയ്യാം ഞാൻ പറയാം. സോ നിങ്ങൾ ഫുൾ വീഡിയോ നോക്കൂ. ഇപ്പൊ നമുക്ക് 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കുറച്ച്. ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇതിനു മുന്നേ കുറച്ച് ഞാൻ നിങ്ങളുടെ കൂടി അത് അരി പോലെ അത് വേറെ സൈസ് അരി ഉണ്ടായിരുന്നു. അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വേറെ രീതിയിൽ ഞാൻ ഉണ്ടാക്കിണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രേവി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. നല്ല ടേസ്റ്റി അതായിണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം. നിങ്ങൾ പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യണേ 20-25 മിനിറ്റ് ശേഷം നമുക്കത് തുറക്ക ചെക്ക് ചെയ്യാം. പിന്നെ അത് നിങ്ങളുടെ അരിയിലേക്ക് ചിലപ്പോ ഉണ്ടാവും അമ്മ. ചിലപ്പോ വേഗം കുക്കാവും, ചിലപ്പോ കുറച്ച് സമയം ഇവിടെ എവിടെയൊക്കെ ആവും. 20 മിനിറ്റ് നമുക്ക് ശേഷം നോക്കണം. പിന്നെ അത് നോക്കുമ്പോൾ നമുക്ക് അറിയാം ഫ്രണ്ട്സ് എത്ര മിനിറ്റ് എടുക്കും. അത് നമുക്ക് മനസ്സിലാവും ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ കുറച്ച് ക്ലൈമറ്റൊക്കെ മാറ്റി ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. കുറച്ച് 4-5 ദിവസമായി ഇപ്പോ കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുന്നേ കുറച്ച് ചൂട് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് കൂളായി, റെയിനായി കുറച്ച് ഒരു ദിവസം. സോ അങ്ങനെ കുറച്ച് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയി. സോ അത് വേണ്ടിട്ട് എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ശരിയുണ്ട്. അത് കുറച്ച് ഒരു ദിവസം എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ എന്താ പറയണ ഇവിടെ വേദന. ഇവിടെ വേദന ഉണ്ടായിരുന്നു. തൊണ്ടയില് വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ശരിയാണ്. ഞാൻ കുറച്ചിപ്പോ ശരിയായി, ബെറ്ററായി ഞാൻ. പിന്നെ
ഇത് ഞാൻ ഉണ്ടാക്കുന്ന പോന്നെ ഫ്രണ്ട്സ്. ഞാൻ കുറച്ച് ലേറ്റ് തന്നെ ഉണ്ടാക്കും. സോ അത് നമുക്ക് സജിൽ സെനിൽ വരും അവർ കൂടെ അത് കഴിക്കാം, ഡിന്നറിലേക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് ഉണ്ടാക്കണം കുറച്ച് ദിവസം നിങ്ങൾക്ക് ചിലപ്പോ ചോറു പിന്നെ കൂട്ടാൻ കഴിച്ചിട്ട് ചിലപ്പോ ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറൈറ്റി ആയിട്ട് ഒരു അങ്ങനത്തെ സ്നാക്സ് ഉണ്ടാക്കാം. സോ ഇത് നമ്മുടെ ഹെൽത്തിനെ ഉണ്ട്, പിന്നെ അത് നമ്മൾ കുറച്ച് വ്യത്യാസമാവും. നമുക്ക് അത് കുറച്ച് എന്താ പറയുന്നേ ടേസ്റ്റ് രുചിയാവും അതാവും ഫ്രണ്ട്സ്. സോ ഇപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക്. സോ ഫ്രണ്ട്സ് ഇപ്പോ 20 മിനിറ്റ് ആയിണ്ട്. നമുക്ക് ഇത് തുറക്ക നോക്കാം. കുക്കൊക്കെ ആയിണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് ഫ്രണ്ട്സ് എനിക്ക്. ഇത് നമുക്കന ഇപ്പൊ ഒരു കത്തി എടുക്കണം, പിന്നെ അത് നമുക്കന അങ്ങനെ ഇടണം. പിന്നെ അത് കത്തി നമ്മള് ചൂട് ഉണ്ടാവും. ഇത് നോക്കൂ, ഇത് ഫ്രണ്ട്സ് ഇപ്പോ അങ്ങനെ ഒന്നും ഇതിലേക്ക് സ്റ്റിക്ക് ആവുന്നില്ല. സോ അത് ക്ലീൻ ആയിട്ട് നമ്മുടെ കത്തി വന്നു. സോ ഇത് കുക്കായിണ്ട്. സോ ഇപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. ചിലപ്പോ നിങ്ങളുടെ അങ്ങനെ ചെയ്യുമ്പോ അത് ഇവിടെ കുറച്ച് സ്റ്റിക്ക് ആവുമ്പോ കുറച്ച് 2-5 മിനിറ്റ് കുറച്ച് കുക്ക് ചെയ്യാം. സോ അത് കുക്കാവും. ഫ്ലെയിം സ്ലോയിൽ ആക്കി, ഞാൻ ഓഫ് ആക്കിയിട്ടില്ല. ഞാനിത് ഇവിടെ മാറ്റി വെക്കാം. ചൂടുണ്ടാവും. സോ സൂക്ഷിച്ചിട്ട് ചെയ്യണം കുറച്ച്. നല്ല മനം വരുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ തേങ്ങയുടെ. പിന്നെ അത് നമ്മുടെ തടക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ. ചൂടിന്റെ ഇതില് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക്. അത് കുറച്ച് വെള്ളം കുറഞ്ഞു വീണോ. സോ അത് വേണ്ടിട്ട് ചെയ്ത് ചൂടാവണം. പിന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ പിന്നെ അത് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് എടുക്കണം. എണ്ണ ഉണ്ട് ഇതിൽ ഓൾറെഡി, പക്ഷേ വെറുതെ നമുക്ക് അത് സ്റ്റിക്ക് ആവുന്നില്ല ചിലപ്പോ. പിന്നെ ഇത് ഇവിടെ ബാക്കി ഉണ്ടേനോ അത് ഞാൻ അങ്ങനെ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഇവിടെ വെക്കാം. ചൂടാവും. കുറച്ച് കഴിഞ്ഞാൽ ചൂടാവും. ചൂടനെ ഉണ്ടേനാ ഇത് അടച്ചു വെക്കാം. പിന്നെ ഞാൻ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20-25 മിനിറ്റ് നമുക്ക് ഇത് സ്റ്റീം ചെയ്യണം. സോ ഫ്രണ്ട്സ് നോക്കൂ, ഇത് ഫുള്ള് നമ്മുടെ സ്റ്റീം ആയിണ്ട്. നല്ല ടേസ്റ്റി നമ്മുടെ സ്നാക്സ് റെഡി ആയിണ്ട്. ഇത് നമുക്കിപ്പോൾ പ്ലേറ്റിംഗ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ആക്ച്വലി ഇത് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൂടി കഴിക്കാൻ വേണ്ടിട്ട് ചുമപ്പ് ചമ്മന്തി ഉണ്ട് നമ്മള്. സോ ഇത് സെർവ് ചെയ്യാം നമുക്ക്. അങ്ങനെ ഇവിടെ റൗണ്ട് ആയിട്ട് വെക്കാം. നല്ല ഒരു ടേസ്റ്റി സ്നാക്സ് നമ്മുടെ റെഡി ആയിട്ട് കഴിക്കാൻ വേണ്ടിട്ടാ. ഒന്നുകൂടി വെക്കാം. സോ ഇത് അരി പിന്നെ 4 ഗ്രാം എടുത്ത് നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. കുറച്ച് ചൂടുണ്ട്. ഇപ്പൊ തന്നെ മാറ്റി വെച്ചാൽ ഇത് ഫസ്റ്റ് ട്രിപ്പിന് എടുക്കാം. നോക്കൂ, നല്ല നൈസായിട്ട് ഉള്ളിലേക്ക് കാണുന്നുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ഇത് ഇപ്പോൾ ചമ്മന്തി കൂടി കഴിക്കാം. കുറച്ച് ചമ്മന്തി അങ്ങനെ വെക്കാം. ഞാൻ കുറച്ച് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്യൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളിലേക്ക് നൈസായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ എടുത്തുന്ന അതിന് നല്ല ടേസ്റ്റിക്ക് വരുന്നുണ്ട്. ചമ്മന്തി അല്ലെങ്കിൽ ചട്നിയും അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ്. അത് കൂടി ഇത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആവും. നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ അരി പിന്നെ 4 ഗ്രാം എടുത്ത് സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവും ഫ്രണ്ട്സ്. നിങ്ങളുടെ ഇത് ട്രൈ ചെയ്യൂ. നല്ല ടേസ്റ്റി ഉണ്ട് ഇത്. സോ ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് അരി ഫ്രൈ ചെയ്യാൻ പോണേ. അത് ഞാൻ കാണിക്കുന്നില്ല ഫ്രണ്ട്സ്, വേറെ ദിവസം കാണിക്കാം ഞാൻ.
സോ ഫ്രണ്ട്സ്, ഇത് ഇപ്പോൾ നമ്മുടെ ഡിന്നറിനാവും ഫ്രണ്ട്സ്. പിന്നെ ഞാൻ കുറച്ച് ചോറ് ഫ്രൈ ചെയ്യാൻ പോന്നെ. മുട്ട എടുത്ത് നമുക്ക് ചോറ് ഫ്രൈ ചെയ്യാം. കുറച്ചുള്ളൂ. പിന്നെ ഇത് കുറച്ച് ഉണ്ടേന, അത് നമ്മൾ കഴിച്ചിട്ട് ഡിന്നർ ആവും. കുറച്ച് ഇത് നമ്മുടെ അരി 4 gram സ്നാക്സ്, പിന്നെ അരി 4 gram ഉണ്ട, പിന്നെ അത് നമ്മുടെ കുറച്ച് മുട്ട ഫ്രൈഡ് റൈസ്, അതൊക്കെ നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, ടാറ്റാ.